അങ്ങയുടെ ബഡ്ജറ്റ് പ്രസന്റേഷനിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റാണ് അങ്ങ് അവതരിപ്പിച്ചത്. അതിനുള്ള അഭിനന്ദനം കൂടി ആദ്യം അറിയിക്കുന്നു. മാത്രമല്ല അതിന് മുൻപിൽ ഭരണഘടനയെ അങ്ങ് പ്ലേസ് ചെയ്തു. അതിൻ്റെ ആമുഖം പ്ലേസ് ചെയ്തത് ഏറ്റവും ഒടുവിൽ അവസാനിപ്പിച്ച ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്ന കവിത. അതിന് രണ്ടിനും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷം. ഇനി നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് എത്തിയാൽ, അങ്ങ് AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തയാളാണ്. അങ്ങക്ക് തന്നെ ഈ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് അനുവദിക്കുമെന്ന മട്ടിലുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നതിൽ ഒരു പ്രത്യയശാസ്ത്ര കുറ്റബോധമുണ്ടോ ആ അർത്ഥത്തിൽ? പ്രത്യയശാസ്ത്ര കുറ്റബോധം തോന്നേണ്ട ഒരു പ്രശ്നം അതിനകത്തില്ല. കാരണം ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ. ഇന്ത്യയിലെ 13 ലക്ഷം കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് 4% പോകുന്നു എന്നൊരു സാഹചര്യം. വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവം മാറിയെന്ന് മാത്രമല്ല, ലോകം തന്നെ ചുരുങ്ങി. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായൊരു കാര്യമുണ്ട്. ഞാൻ പറയാം, അതിനു മുമ്പ് 1960കളിലും മറ്റും ട്രാക്ടർ വന്നപ്പോൾ സമരം നടന്നിട്ടുണ്ട്. ട്രാക്ടർ വന്നപ്പോൾ നടന്ന സമരം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ആ സമരം ശരിയാണെന്ന് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ 3000 തൊഴിലാളി ഒരു 1000 പറ നിലത്തിൽ പണി ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ, പിന്നെ അവിടെ കൊയ്യാനോ പണിയെടുക്കാനോ നിൽക്കുമ്പോൾ ട്രാക്ടർ വന്നില്ല, പണിയെടുത്തു കഴിഞ്ഞാൽ ഈ 3000 തൊഴിലാളിയുടെ പണി പോകും. അതുകൊണ്ട് തൊഴിലാളി അന്ന് സമരം ചെയ്തു. അന്നത്തെ സാഹചര്യമാണോ ഇന്നിപ്പോൾ ട്രാക്ടർ പിന്നെ ഇല്ലാതെ, യന്ത്രങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റുമോ? അല്ല, തീർച്ചയായും മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറേണ്ടതുണ്ട്. അഭിപ്രായമോ ആശയമോ ഇരുമ്പുലക്കയല്ല എന്ന് EMS പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ, 2 വർഷം മുമ്പ് ഇങ്ങനെയൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. നമ്മൾ അല്പം വൈകിയോ ആ കാര്യത്തിൽ? 2 വർഷം മുമ്പ് എടുത്താലും ഇപ്പോൾ എടുത്താലും ഇപ്പോഴുണ്ടാവുന്ന ഒരു മാറ്റം വളരെ പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നില്ല. സത്യസന്ധമായി വേണമല്ലോ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയാൻ, അഭിപ്രായം പറയാൻ. കാരണം കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. കാരണം അവിടെ എല്ലാം പോയാൽ ജോലി സാധ്യതയുണ്ട്. പഴയതിനേക്കാളും വിസ നിയമങ്ങളിൽ കുറച്ച് ഇളവുണ്ട്, ജോലി കിട്ടും. പക്ഷേ ഇനി നോക്കിയോ, നമ്മൾ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ഈ പോക്ക് ആ ഒഴുക്കൊന്ന് കുറയും. കാരണം ഇപ്പോൾ കാനഡയിൽ പോകുന്നവർക്ക് അവിടെ മറ്റ് ജോലികൾ കിട്ടുന്നില്ല, ഇംഗ്ലണ്ടിലില്ല, മറ്റ് സ്ഥലങ്ങളില്ല. അവിടെയൊക്കെ കുറേയേറെ അവരുടെ പോപ്പുലേഷൻ്റെ പ്രശ്നം കാരണം, പോപ്പുലേഷൻ പ്രഷർ കൂടുതലല്ല, കുറവായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ആളുകളെ കുറേ പേരെ അവർ സർവീസിലും അവരുടെ ജോലിയിലും വന്നു. ഇനിയിപ്പോൾ വരുന്ന അത്രയും ആളുകൾ വേണ്ട. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ ആ ഒരു വാർത്തയുണ്ട്, UK അവിടെ ഇപ്പോൾ ഇപ്രാവശ്യം വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ട് യൂണിവേഴ്സിറ്റീസ് സാമ്പത്തിക പ്രശ്നം നേരിടുന്നു. അപ്പോൾ ഈ പാറ്റേൺ ഇതുപോലെ തുടരില്ല. നമ്മളിവിടെ തുടങ്ങിയത് കൊണ്ട് ഉടൻ തന്നെ എല്ലാവരും ഇങ്ങ് പോരുമെന്നില്ല. അടിസ്ഥാന കാര്യം, കേരളത്തിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വരണം, പുറത്തുനിന്നുള്ള കുട്ടികൾ കുറേ സ്ഥലത്തുനിന്ന് വരാം. കേരളത്തിനകത്ത് വ്യവസായങ്ങൾ കൂടുതലുണ്ടാവണം, പുതിയ തലമുറ വ്യവസായങ്ങൾ ഉണ്ടാവണം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകളും പുറത്തുനിന്നുള്ള ആളുകൾ ജോലി ചെയ്യാൻ വരും. ഇപ്പോൾ തന്നെ ടെക്നോ പാർക്കിൽ 10-20-30% ആളുകൾ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തും. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന അവസരമുള്ള, കൂടുതൽ വികസന സാധ്യതയുള്ള, ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹി ആയാലും ഹൈദരാബാദ് എടുത്താലും ചെന്നൈ എടുത്താലും അതിനേക്കാളൊക്കെ നമുക്കൊരു പോസിറ്റീവായ കാര്യമുണ്ട്. നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് കാലാവസ്ഥയാണ്. നയവ്യതിയാനം എന്ന രീതിയിൽ ഈ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്നതിനെ കാണേണ്ടതില്ല എന്നതാണ് പാർട്ടിയുടെയും അങ്ങയുടെയും നിലപാട്, അല്ലേ? അതെ, നയവ്യതിയാനമായിട്ട് കാണേണ്ടതില്ല. ഈ പിന്നെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിനകത്ത് നമ്മൾ വളരെയേറെ ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. കാരണം ഇപ്പം തന്നെ കേരളത്തിൽ ഡീംഡ് സർവകലാശാലകൾ ഇപ്പോൾ ഉണ്ടാവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് യാതൊരു റോളും ഇല്ല, യൂണിവേഴ്സിറ്റിക്ക് പോലും റോളില്ല. അതാണ് ഇപ്പോഴത്തെ UGC നിയമം. അതൊരു സമയത്തൊരു 3 ആഴ്ചക്കകം 4 ആഴ്ചക്കകം അനുവാദം കൊടുത്തില്ലെങ്കിൽ നേരെ ഈ സ്ഥാപനത്തിന് അനുവാദം കിട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയേണ്ടത്. അതിനകത്ത് ഇനി എന്തൊക്കെ നിയമപരമായ കാര്യങ്ങൾ, അത് പൊതു പോളിസി എന്ന നിലയിൽ പറഞ്ഞെങ്കിലും അതിൻ്റെ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് നോക്കിയിട്ട് ചെയ്യണമെന്നാണ്.